അമേരിക്കയുമായി ധാതുശേഖരം പങ്കുവയ്ക്കുന്നതിനുള്ള നിർണായക മെമ്മോറാണ്ടത്തിൽ യുക്രൈൻ ഒപ്പുവെച്ചിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നുള്ളൂ. റഷ്യയുമായുള്ള യുദ്ധത്തിൽ US നൽകുന്ന സാമ്പത്തിക സഹായത്തിന് പകരമായാണ് ഇത്തരമൊരു കരാറിന് യുക്രൈൻ സമ്മതം മൂളിയത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ അടുത്ത ആഴ്ചയോടെ അവസാനിപ്പിക്കുമെന്നാണ് യുക്രൈൻ നൽകുന്ന സൂചന. യുക്രൈന്റെ അളവറ്റ ധാതുശേഖരത്തിൽ പണ്ടേ കണ്ണുണ്ട് അമേരിക്കയ്ക്ക്. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ കാര്യമായ ഇടപെടൽ ഉണ്ടാവും എന്ന പ്രതീതി ജനിപ്പിച്ച് ഈ ധാതുശേഖരം വരുതിയിലാക്കുകയാണോ ട്രംപ് എന്നും സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ആ ഡീലിന് ട്രംപ് തിരഞ്ഞെടുത്തത് ഈ ധാതുശേഖരമാണെന്ന വസ്തുത തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ അമേരിക്ക പോലും കണ്ണുവയ്ക്കുന്ന യുക്രൈന്റെ ആ ധാതുശേഖരം എന്താണെന്ന് ഒന്ന് നോക്കാം. റെയർ എർത്ത് എന്ന വിഭാഗത്തിൽ വരുന്ന 17 ലോഹങ്ങളാണ് ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇലക്ട്രിക് വാഹനങ്ങളിലും സെൽഫോണുകളിലും മിസൈലുകളിലുമെല്ലാമുള്ള കാന്തം നിർമ്മിക്കുന്നത് അപൂർവങ്ങളായ ഈ ലോഹങ്ങൾ ഉപയോഗിച്ചാണ്. ഇതിന് നിലവിൽ മറ്റ് പകരക്കാരില്ല. ഈ റെയർ എർത്തുകളിൽപ്പെട്ട നിക്കലും ലിഥിയവും US ജിയോളജിക്കൽ സർവേ നിർണായകമായി കണക്കാക്കുന്ന 50 ലോഹങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. പ്രതിരോധ മേഖലയിലും എയറോസ്പേസിലും ഗ്രീൻ എനർജിയിലുമൊക്കെ ഇവയ്ക്കുള്ള പങ്ക് ചെറുതല്ല. യുക്രൈനിൽ ഈ ലോഹങ്ങളുടെ വൻ ധാതുശേഖരമുണ്ട്. യൂറോപ്പിൽ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുന്നിലുള്ള രാജ്യം യുക്രൈനാണ്. സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേയുടെ കണക്ക് പ്രകാരം 5 ലക്ഷം മെട്രിക് ടൺ ലിഥിയമാണ് യുക്രൈൻ മണ്ണിലുള്ളത്. ഇതുപോലെ യൂറോപ്യൻ യൂണിയൻ നിർണായക ലോഹങ്ങളായി വിലയിരുത്തുന്ന 34 എണ്ണങ്ങളിൽ 22 എണ്ണത്തിന്റെയും വലിയ ധാതുശേഖരം യുക്രൈനിലുണ്ട്. അപൂർവങ്ങളായ ഈ റെയർ എർത്ത് എലമെന്റ്സിന്റെ കലവറയാണ് യുക്രൈൻ. വ്യവസായ നിർമ്മാണ മേഖലകളിൽ ഈ ധാതുശേഖരം യുക്രൈന് നൽകുന്ന വില വളരെ വലുതുമാണ്. യുക്രൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോളജിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ലന്താനം, സീറിയം, നിയോഡൈമിയം, ഇർബിയം, യിട്രിയം എന്നീ റയർ എർത്തുകളുടെ വലിയ സാന്നിധ്യമുണ്ട്. ടെലിവിഷൻ, EV ബാറ്ററി, ആണവോർജവും എന്നിവയ്ക്കെല്ലാം അനിവാര്യമാണ് ഈ ലോഹങ്ങൾ. ഇവ കൂടാതെ യൂറോപ്യൻ യൂണിയൻ നടത്തിയ ഒരു ഗവേഷണത്തിൽ വൻതോതിൽ സ്കാൻഡിയവും യുക്രൈനിൽ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. യുക്രൈന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ വലിയ തോതിൽ ടൈറ്റാനിയത്തിന്റെയും ഗ്രാഫൈറ്റിന്റെയും ശേഖരമുണ്ട്. ആഗോള തലത്തിലുള്ള ഗ്രാഫൈറ്റ് ശേഖരത്തിന്റെ 20% യുക്രൈനിലാണ് എന്ന വസ്തുതയും തള്ളിക്കളയാനാകില്ല. രാജ്യത്ത് വലിയ തോതിൽ കൽക്കരി ശേഖരവും ഉണ്ടെങ്കിലും ഇതിൽ ഭൂരിഭാഗവും യുദ്ധത്തിൽ റഷ്യ കീഴടക്കിയ മേഖലകളിലാണ്. ഈ റെയർ എർത്തുകളുടെ ധാതുശേഖരം പരിപോഷിപ്പിക്കാനും കൂടിയാണ് സെലൻസ്കി ട്രംപുമായി കരാറിൽ ഒപ്പുവെച്ചത്. നിലവിൽ വ്യാപാരാവശ്യത്തിനായി പ്രവർത്തിക്കുന്ന റെയർ എർത്ത് ഖനികൾ ഒന്നും തന്നെ യുക്രൈനിലില്ല. ആഗോള വിപണിയിൽ റെയർ എർത്ത് വ്യവസായത്തിന് മേൽക്കോയ്മ ചൈനയ്ക്കാണ് താനും. US-നെ കൂടാതെ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളുമായും സമാനമായ കരാറിന് യുക്രൈന് പദ്ധതിയുണ്ട്. യുക്രൈൻ ഡെപ്യൂട്ടി ഇക്കോണമി മിനിസ്റ്റർ ഒലെസ്കി സോബോളേവ് കഴിഞ്ഞ ജനുവരിയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു.